എടുത്തു നോക്കുമ്പോൾ എക്കാലത്ത് നമുക്ക് ഈ RSS എന്ന് പറഞ്ഞ സംഘടനയെ മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പോൾ RSSന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പറഞ്ഞതുപോലെ റിജിഡിൽ നിന്നും വലിയൊരു ക്യാൻവാസിലേക്ക് 100-ാം വർഷമാണ്. അതിൽ നിന്നും ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ മോഹൻ ഭാഗവത് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ഇപ്പം മുസ്ലിങ്ങൾ ഇന്ത്യ വിട്ടു പോകണ്ട. ഇപ്പൊ എപ്പോഴും ഈ മുസ്ലിം ന്യൂനപക്ഷത്തിന് നേരെ ഇവർ അല്ലെങ്കിൽ പൊതുവെ ഉണ്ടാകുന്ന അവരുണ്ടാക്കുന്ന അല്ലെങ്കിൽ പൊതുവെ ഉണ്ടാകുന്ന ഒരു പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത് ഈ മുസ്ലിങ്ങളെ സംഘപരിവാർ ആക്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രൊപ്പഗണ്ട ഈ സോഷ്യൽ മീഡിയയിലായാലും സമൂഹത്തിലും ഉണ്ടാക്കുന്നത് കൃത്യമായ ഉദ്ദേശം വെച്ചുകൊണ്ടല്ലേ? അതിനകത്ത് ഈ നമ്മുടെ ദേശീയ തലത്തിലുള്ള മാധ്യമ പ്രവർത്തകർ, കോളംനിസ്റ്റുകൾ, പിന്നെ ഈ സെക്യുലറിസ്റ്റുകൾ എന്ന് അവകാശപ്പെടുന്ന ഒരു ഇടതുപക്ഷ ചിന്തകർ, ഇവരാണ് ഈ നറേറ്റീവിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഏത് ഇപ്പം RSS എന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയവും ഈ ഹിന്ദു മതവും ഇതിനെ വേർതിരിച്ച് കാണുന്ന ഒരു സംഗതിയാണ്. ഹിന്ദുത്വം എന്ന് പറയുമ്പോൾ അതിന് ഹിന്ദുമത രാഷ്ട്രീയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ക്ലബ് ചെയ്യുകയും പ്രത്യേക ചില ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ നീങ്ങുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പം ഗാന്ധിജി ഹിന്ദുവായിരുന്നു അല്ലേ, സനാതന ഹിന്ദുവായിരുന്നു, അദ്ദേഹത്തിനെ പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഉദാഹരണത്തിന് ഹിന്ദുമതത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹിന്ദുമതത്തിന്റെ ഒരു പിന്നെ സ്വാഭാവികമായിട്ടും 1750 ഒരു ചാൾസ് ഗ്രെയിൻ എന്ന് പറഞ്ഞ ഒരു സാഹിബാണ് ആദ്യം ഈ ഹിന്ദു റിലീജിയൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ. അതിനുശേഷമാണ് ഈ ഹിന്ദു റിലീജിയൻ എന്നുള്ള പ്രയോഗം വരും. പിന്നെ അത് മതമായിട്ട് അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം അത് ഇന്ത്യയുടെ സംസ്കാരമാണെങ്കിലും ഭാരതത്തിന്റെ സംസ്കാരത്തെയും ഹിന്ദു മതത്തെയും വേർതിരിച്ചെടുക്കാൻ പ്രയാസമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ RSSന്റെ പറയുന്ന ഹിന്ദുത്വ അജണ്ട എന്ന് പറയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്പൊ ഗാന്ധിജിയുടെ ഈ ഒരു ബ്രോഡ് ഹിന്ദു എന്ന് പറയുന്നത് ഹിന്ദുവിനെ സംബന്ധിച്ച് ഒരു മുസ്ലിം ആയിക്കോട്ടെ, പാഴ്സി ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, അത് അവർ മറ്റൊരു ആചാരം നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹിന്ദുമതത്തിൽ തന്നെ ഒരു ജില്ലയിൽ തന്നെ ഒട്ടനവധി സമൂഹങ്ങൾ, ഇപ്പം ജാതികളിടയ്ക്കാണെങ്കിലും ഉപജാതികളിടയ്ക്കാണെങ്കിലും പല പല ആചാരങ്ങളാണ്. ഇവിടെ കേരളത്തിൽ എടുത്ത് നോക്കിയാൽ മതി. ഒരു ജില്ലയിൽ തന്നെ രണ്ട് ഭാഗത്തു നിന്നുള്ള ഒരു 20 കിലോമീറ്റർ ദൂരത്തിലുള്ള വീടുകൾ തമ്മിൽ കല്യാണം നടക്കുകയാണെങ്കിൽ ആ രണ്ട് സ്ഥലത്തെയും കല്യാണത്തിന്റെ ആചാരങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വ്യത്യസ്തത പോലെയാണ് ബ്രോഡ് ഹിന്ദുവിനെ സംബന്ധിച്ചിട്ട് മറ്റു മതങ്ങളെയും കാണുന്നത്. കാര്യം അതിനപ്പുറത്തേക്കാണ് കാണുന്നത്. മനുഷ്യന്റെ എന്താണ് മനുഷ്യത്വം എന്നുള്ളൊരു സംഗതിയിലാണ് ബ്രോഡ് ഹിന്ദു നോക്കുന്നത്. പക്ഷെ RSS ഹിന്ദുത്വ അജണ്ട എന്ന് പറയുന്ന ഒരു അജണ്ട, അതിന്റെ പ്രത്യേകമായ അതിന്റെ ഇവിടുത്തെ ഒരു ദേശീയത, ഈ നാഷണാലിറ്റി, അങ്ങനെ ഒട്ടേറെ സംഗതികളുണ്ട്. പക്ഷെ അതിന്റെ പിന്നിൽ ഈ പറഞ്ഞതുപോലെ ഒരു വേദനകളുമുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മുറിഞ്ഞ വേദനയുണ്ട്. അതേപോലെ തന്നെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ഉണ്ടായിട്ടുള്ള സംഘർഷത്തിന്റെ വേദനകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളൊരു വേദനയുടെ അടിസ്ഥാനത്തിൽ കൂടെയാണ് ഈ 1925 ഈ ഹിന്ദു മഹാസഭ ഇങ്ങനെ അല്ലെങ്കിൽ RSS രൂപം കൊള്ളുന്നത്. അപ്പൊ അന്ന് തൊട്ട് അവർക്ക് ആ കൃത്യമായ ലക്ഷ്യമുണ്ട്, ഇന്ത്യയുടെ അധികാരം കൈയാളുക എന്നുള്ളത്. മാത്രമല്ല ഈ RSSന്റെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ നിങ്ങൾക്കൊരു സംഘടന മെമ്പർഷിപ്പ് ഒന്നുമില്ല. നിങ്ങൾക്ക് സ്വയം സേവിക്കാൻ തയ്യാറുള്ള വ്യക്തിക്ക് ചെല്ലുക, സേവിക്കുക. അതുകൊണ്ടാണ് ഇതിനകത്ത് ഈ ഗ്രൂപ്പുകളോ പടലപ്പിണക്കങ്ങളോ അതല്ലെങ്കിൽ പിന്നെ രാജിവെക്കലോ ഒന്നും RSSലില്ല. നിങ്ങൾക്ക് സന്നദ്ധമായിട്ട് സ്വയം രാഷ്ട്രത്തിനെ സേവിക്കുക എന്നുള്ളതാണ് അവരുടെ ഈ ഒരു ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ അവരുടെ ആശയത്തിനോ അവരുടെ പ്രവർത്തന രീതിക്കോ ഒന്നും മാറ്റം വരത്തില്ല. ആ പ്രത്യേക രീതിയിലുണ്ട്. അവരാവശ്യമില്ലാതെ ആരെയും ആക്രമിക്കാനും പോവില്ല. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നടത്തുന്ന സംഘർഷങ്ങൾ എടുത്ത് നോക്കുക, സംഘടനകൾ എടുത്ത് നോക്കുക. നമ്മൾ ഈ നറേറ്റീവ്സ് ഉണ്ടെങ്കിൽ പോലും ഈ RSS നേരിട്ട് പങ്കെടുത്ത സംഘടനകൾ വളരെ കുറവാണ്. ഇപ്പൊ കഴിഞ്ഞ 10 വർഷമായിട്ട് എത്ര വർഷം 12 വർഷമായിട്ടല്ലേ? 12 വർഷമായിട്ട് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുകയാണ് ചെയ്യുന്നത്. എത്ര സംഘടനകൾ ഉണ്ടായിട്ടുള്ളത്? എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഈ RSSന് മേൽക്കൈ ഉള്ളപ്പോഴോ അതല്ലെങ്കിൽ BJP ഭരിക്കുമ്പോഴോ ഇന്ത്യയിൽ മതസംഘർഷങ്ങൾ ഉണ്ടാവുന്നില്ല. ഈ ഇടയ്ക്ക് വെച്ച് വളരെ റിപ്പോർട്ടുകളും വന്നിരുന്നു. ഇപ്പം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മോദി RSS ആസ്ഥാനം അസ്വാഭാവികം എന്ന നിലയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു, സന്ദർശിച്ചു.
അപ്പോൾ മോദി RSS പിണക്കത്തിലേക്ക്, അല്ലെങ്കിൽ മോദി ഇപ്പം ഇന്ത്യയുടെ അല്ലെങ്കിൽ NDAയുടെ പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്നത് RSS ആസ്ഥാനത്ത് നിന്നാണ്. എക്സാമ്പിൾ കഴിഞ്ഞ NDTVയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടൊന്നും അറിയില്ല. അതായത് മോഹൻ ഭാഗവത് നടത്തിയൊരു പ്രസംഗമുണ്ട്. അതായത് അധ്യക്ഷനായ JP നദ്ദ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരിക്കലും മാറ്റം വരുന്നില്ല. അപ്പോൾ ഈ മോഹൻ ഭാഗവത് പറഞ്ഞൊരു കാര്യമാണ്, നമ്മളായിരുന്നെങ്കിൽ എപ്പോഴേ തീരുമാനിച്ചേനെ. അപ്പോൾ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് മോഹൻ ഭാഗവത് RSS ആണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത്തരത്തിലുള്ളൊരു അസ്വാരസ്യങ്ങളുണ്ട്. BJPയും RSSും ഇപ്പോൾ വല്ല കെമിസ്ട്രിയിലല്ല പോകുന്നത് തരത്തിലുള്ള വാർത്തകൾ പറയുന്നത്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അതിനകത്ത് പിന്നെ രണ്ടാം മോഡി സർക്കാരിന്റെ കാലത്ത് അതിനകത്ത് വാസ്തവമുണ്ടായി. കാരണം മോഡിയുടെ പേഴ്സണാലിറ്റി അതിഭയങ്കരമായിട്ട് അങ്ങോട്ട് പ്രഭ വല്ലാണ്ട് വ്യാപിച്ചു. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇനി ആരുടെയും വലിയ ഇതൊന്നുമില്ല, മോഡി പ്രഭാവത്തിൽ 400 സീറ്റ് കിട്ടുമെന്നുള്ളൊരു ധാരണ. ആ ഒരു സന്ദർഭത്തിലാണ് RSSനെ അവഗണിച്ചു. RSSനെ അവഗണിച്ചപ്പോൾ അടി കിട്ടി, UP അടി കിട്ടി അല്ലേ? അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് വീണ്ടും RSSനെ അംഗീകരിക്കുകയും ഇപ്രാവശ്യത്തെ, അതായത് യോഗി ആദിത്യനാഥിനെ അന്ധമായി അങ്ങ് വിശ്വസിച്ചു. പക്ഷെ UPയിൽ നിന്ന് തന്നെ അകത്ത് ഒന്ന് പടലപ്പിണക്കങ്ങൾ കാരണം RSS തീരുമാനിച്ചു ഞങ്ങളില്ല ഇലക്ഷന്. UPയിൽ ഈ ഇന്ത്യയിൽ RSS ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ BJPയുടെ കാര്യം വളരെ പരിതാപകരമാണ്. കാര്യം RSSന്റെ ഈ ഗ്രാമീണ ലെവലില്, ഗ്രാസ് റൂട്ട് ലെവലിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരവിടെ ആ വർക്ക് ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ റിസൾട്ട് ഉറപ്പാണ്. അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് പിന്നെ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് അത് പാച്ചപ്പ് ചെയ്ത് അതിന്റെ റിസൾട്ട് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പം മോദിയുടെ ഇവിടെ റെഡ് ഫോർട്ടിലെ പ്രസംഗം ആഗസ്റ്റ് 15 RSSനെ ഉദ്ധരിച്ച് വളരെ വ്യക്തമായിട്ട് എന്തെങ്കിലും സംശയങ്ങള് അതിനു മുമ്പ് അദ്ദേഹം നാഗ്പൂർ സന്ദർശിച്ചു, എന്തെങ്കിലും കരട് കിടപ്പുണ്ടെങ്കിൽ തീരട്ടെ എന്ന് തീർക്കാൻ വേണ്ടി തന്നെയാണ്. മാത്രമല്ല ഈ 100ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഈ RSSന് കുറേയും കൂടെ കൂടുതൽ പൊതുജന സ്വീകാര്യത, ഉദാഹരണം ശശി തരൂർ പോലും പറഞ്ഞു. ഒരു ഘട്ടത്തിൽ ശശി തരൂർ കരുതിയിരുന്നത് ഈ ജഗ്ദീപ് ധങ്കറിനെ മാറ്റുന്നൊരു സമയമുണ്ട്. അപ്പൊ RSSന്റെ ഇടപെടൽ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഉയർന്നിരുന്നു. അതായത് RSSും ശശി തരൂരിന് താല്പര്യമുണ്ട്, ഉപരാഷ്ട്രപതിയാക്കും, അങ്ങോട്ടേക്ക് മറിഞ്ഞേക്കും. അമേരിക്കയിൽ ഇരുന്ന് എഴുതിയ ജേണലൊക്കെ തന്നെ സാറിന് നമുക്ക് ഓർമ്മ. അതെ, അല്ല ഇതിനകത്ത് ശശി തരൂർ ഒരിക്കൽ പറഞ്ഞു RSS അവരുടെ പഴയ നിലപാടിലല്ല നിൽക്കുന്നത്, ആ സംഘടനയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, അത് മാറി അതിന് സ്വീകാര്യത വന്നു എന്ന് പറയുന്നു. ഇതൊക്കെ പൊതുവിൽ ഉണ്ടാവുന്ന ആ RSSന്റെ മാറിയ 100ാം വർഷത്തിൽ മാറിയ ഇമേജിന്റെ ഒരു ഭാഗം കൂടിയാണ് അല്ലെ? മറ്റേതെല്ലാം ആ നിരോധിക്കപ്പെട്ട ഗാന്ധി വധവുമായിട്ട് ബന്ധപ്പെട്ട് നിരോധിക്കപ്പെട്ട സംഘടന ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഇവരുടെ പല പ്രധാനത്തിനവരുടെ സേവന മേഖലകളിൽ സേവാഭാരതി 10,000-കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പൊ ബീഹാറിലൊക്കെ അവിടെയൊക്കെ അതിന്റെയൊക്കെ ആഭിമുഖ്യത്തിൽ ഒട്ടേറെ സ്കൂളുകൾ നടത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സമൂഹത്തിന്റെ ഇടയിൽ നമ്മൾ കാണുന്നില്ല, ഇവർ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ RSSന്റെ ശക്തി. RSSനെ വെറുപ്പിച്ചുകൊണ്ട് BJPക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. മാത്രമല്ല ഇപ്പം മോദി RSSകാരനായിരുന്നല്ലോ, അല്ലേ? വ്യക്തമായ RSSകാരനാണ്. അപ്പൊ RSSൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുഡ് ബുക്ക്, ഉദാഹരണത്തിന് മോഡി എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് പോലും RSSന്റെ ആയിരുന്നു. അല്ല സാർ, ആദ്യഘട്ടത്തിൽ സാർ നേരത്തെ പറഞ്ഞ ഒരു മോദി പ്രഭ വന്നു കഴിഞ്ഞ് RSS എന്ന് പറയുന്ന ഒരു കേഡർ സംവിധാനത്തിൽ നിന്ന് മോദിക്കൊരു വലത് വ്യതിയാനം, അതൊരിക്കലും RSSന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതല്ല. ഒരു വലത് വ്യതിയാനം വന്നത് എത്തരത്തിലെങ്കിലും RSSനെ ചൊടിപ്പിച്ചിട്ടുണ്ടോ? മൊത്തത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറിക് സാധനം എന്ന് വെച്ചൊരു വലത് വ്യതിയാനം ഉണ്ടായിട്ടുണ്ട്. അത് അവസാന ഘട്ടത്തിലേക്ക്, അതായത് 1ാം NDA സർക്കാരിന്റെ കാലഘട്ടം കഴിഞ്ഞ അവസാനത്തേക്ക് വന്ന പുള്ളിക്കാരന്റെ ആ ഒരു വലത് വ്യതിയാനം RSSന് ചേർന്നതല്ല എന്ന വിമർശനങ്ങൾ പല കോണിൽ നിന്ന് ഉയർന്നിരുന്നു. അല്ല, അതാണ് ആ ഒരു 2ാം സർക്കാരിന്റെ അവസാന കാലഘട്ടത്തില് ഈ പ്രതിപക്ഷം പോലും വിചാരിച്ചിരുന്നു 400 സീറ്റ് കിട്ടുമെന്ന്. അതെ, എല്ലാരും പ്രതീക്ഷിച്ചു. മിക്കവാറും ഈ സർവേ നടത്തിയ ഒട്ടുമിക്ക സ്ഥാപനങ്ങളും അതിനോട് ഈ 400 സീറ്റിനോട് സമാനമായ ഒരു സീറ്റാണ് പ്രവചിക്കുകയും ചെയ്തത്. വളരെ അപൂർവം ഏജൻസികളിൽ മാത്രമേ ഈ കോൺഗ്രസിന് ഇത്ര സീറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിരുന്നുള്ളൂ. അപ്പം ഈ രീതിയിലുള്ള ആ ഒരു പ്രഭാവത്തിനകത്ത് എനിക്ക് തോന്നുന്നു പൊതുവിലുണ്ടായ ഒരു മനുഷ്യസഹജമായ ഒരു അന്തരീക്ഷം തന്നെ ആയിരിക്കണം അത്. അപ്പൊ അങ്ങനെ അത് വന്നുപോയി. നമ്മളെല്ലാവരും ഈ മീഡിയയുടെ പൊതുവെയുള്ള ഹൈപ്പിലും
പ്രതിപക്ഷത്തിന്റെ ആത്മവീര്യമില്ലായ്മയിലും പെട്ടുപോയതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് വളരെ നിശബ്ദമായിട്ട് RSS വിചാരിച്ചു മാറി നിൽക്കാം എന്ന് വിചാരിച്ചു. അതാണ് സംഗതി. അപ്പൊ ഇപ്പൊ അതല്ല, RSSും BJPയും തമ്മിൽ വളരെ വ്യക്തമായിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പൊ ഇടയ്ക്ക് മോഹൻ ഭഗവത്തിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു 75 വയസ്സിന്റെ സംബന്ധിച്ച്. അതുവരെ ആശയക്കുഴപ്പമുണ്ടാവും എന്നറിഞ്ഞ സമയത്ത് മോഹൻ ഭഗവത് തന്നെ അത് കൃത്യമായി അത് മാറ്റിക്കൊടുത്തു. മാത്രമല്ല, മോഹൻ ഭഗവത്തിന്റെ വളരെ വ്യക്തമായ പ്രസ്താവന വന്നു, മുസ്ലിങ്ങൾ ഇന്ത്യയിൽ നിന്ന് പോകണമെന്ന സ്റ്റാൻഡ് ഒരിക്കലും RSSന്റേത് അല്ല. ഇന്ത്യയിൽ സഹോദരങ്ങളെ പോലെ ഒന്നിച്ച് ജീവിച്ചു പോവുകയാണ് വേണ്ടതെന്നുള്ള പ്രസ്താവന മോഹൻ ഭഗവത് നടത്തുകയും ചെയ്തു. ഈ അവസരമായിട്ട് നേരത്തെ JP നദ്ദയെ പറ്റി ചോദിച്ചതുകൊണ്ടാണ്. അപ്പൊ ഈ ഫഡ്നാവിസ് RSSന് ചേർന്ന് നിൽക്കുന്ന ആളാണ്, അടുപ്പക്കാരനാണ്, ഹൃദയപക്ഷയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫഡ്നാവിസിനെ ഇനി ഒരു തരത്തിൽ ഇപ്പം ഒരു നാഥനില്ലാ കളരിയായി കിടക്കുകയാണല്ലോ BJPയുടെ അധ്യക്ഷ സ്ഥാനം. അപ്പൊ അവിടേക്ക് കൊണ്ടുവരാനുള്ളൊരു സാധ്യത ഇപ്പൊ അതിനെപ്പറ്റിയുള്ള വാർത്തകൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ മോഹൻ ഫഡ്നാവിസ് അത്തരത്തിൽ ഉയർന്നു വരാൻ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യത കാണപ്പെടുന്നു? ഭട്നാവിസിനെ കൊണ്ടുവരില്ല. ഭട്നാവിസിനെ, കാരണം മഹാരാഷ്ട്രയില് ഭട്നാവിസിനെ പോലുള്ള ഒരു നേതാവിനെ ഇപ്പൊ അവർക്ക് അവിടെ ആവശ്യമാണ്. ഇപ്പൊ ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന ആരാണെന്നുള്ളത് നമുക്ക് പിന്നെ അത് വളരെ, എനിക്ക് തോന്നുന്നത് വളരെ നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു നേതാവായിരിക്കാം. ചിലപ്പോൾ ഒരു വനിതയും കയറി വരാൻ, ചിലപ്പോൾ ഒരു വനിതയും അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. തമിഴ്നാട്ടിൽ നിന്നാകുമോ? ഇപ്പൊ നിർമ്മലാ സീതാരാമനെ ഒഴിച്ച് സൗത്ത്, അതാ ഞാൻ പറയുന്നത്, അത് പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ചില കാരണം അത്തരം പരീക്ഷണങ്ങളും അവർ നടത്തുന്നുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിലും ഈ പറഞ്ഞതുപോലെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണം ചെറുതല്ല. അപ്പൊ ഇതാണ് പറഞ്ഞത്, വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട്, സംഘടിതമായിട്ട്, പ്ലാൻഡ് ആയിട്ടാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.